വധക്കേസിലെ പ്രതികളുടെ സുഹൃത്തുക്കളിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്ന കണ്ടെത്തലിൽ ജയിൽ ഡിഐജി വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. തടവുകാരിൽ നിന്നും ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി അനധികൃത സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തെന്നും കണ്ടെത്തലുണ്ടായിരുന്നു. വിനോദിനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് സസ്പെൻഷൻ. വിനോദ് കുമാറിനെതിരെ പ്രാഥമികമായി തെളിവുകളുണ്ടെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ചട്ടങ്ങളക്കാറ്റിൽ പറത്തിയാണ് വിനോദ് കുമാർ അഴിമതി നടത്തിയത്. TP വധക്കേസിലെ പ്രതികളുടെ സുഹൃത്തുക്കളിൽ നിന്നും ലക്ഷങ്ങൾ കൈപ്പറ്റുകയും അനധികൃതമായി സൗകര്യങ്ങളിൽ ഏർപ്പെടുത്തുകയും ചെയ്തു. വിനോദ് കുമാർ സ്വാധീനമുള്ള വ്യക്തിയാണെന്നും അന്വേഷണത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും സസ്പെൻഷൻ നൽകണമെന്നും വിജിലൻസ് ഡയറക്ടർ ശുപാർശ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ആ ന്യൂസ് കിട്ടിയതിന് ശേഷം ഉടൻ തന്നെ അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വകുത്തുള്ള അന്വേഷണത്തിന് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നടപടി ഉണ്ടാവും അതിലേക്ക്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് പരാതി വരുവാണെങ്കിലും അതിൽ നമുക്ക് 100% അന്വേഷിക്കും. അതിൽ ആവശ്യം നമ്മുടെ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പോലീസ് സ്റ്റേഷനിൽ വരുന്ന എല്ലാ വ്യക്തികൾക്കും മാന്യമായ പെരുമാറ്റം വേണം. അവരുടെ പ്രോപ്പറായിട്ട് കേൾക്കണം. അവരുടെ കാര്യങ്ങളിനെ ബെസ്റ്റാത്ത രീതിയിൽ നമ്മൾ ബിഹേവിയർ നമ്മുടെ അവരുടെ കാര്യങ്ങളിനെ ഏർപ്പാട് ചെയ്യുന്നതിന് ഞങ്ങൾ നിർദ്ദേശമുണ്ട്. പോലീസ് എല്ലാവർക്കും നിർദ്ദേശം കൊണ്ടിട്ടുണ്ട്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതിൻ്റെ ഭാഗത്തിലെ റെഗുലറായിട്ടുള്ള സെൻസിറ്റൈസേഷനും പിന്നെ സൂപ്പർവൈസർ ഓഫീസേഴ്സിൻ്റെ റെഗുലറായിട്ടുള്ള അവർക്ക് ബ്രീഫിംഗ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് വി ഗിവ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ദി സിറ്റിസൻസ് ഡെലിവറിയിലെ ഇത് ഭാഗമാണ്. പെരുമാറ്റം പ്രോപ്പർ ബിഹേവിയർ വിത്ത് സിറ്റിസൻസ് ഇതിന് ടോപ്പ് ക്ലാസ് പായിട്ട് കൊടുക്കുന്നതാണ്. ഞങ്ങൾ അതിനെ എൻഷൂർ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുന്നു. CPM അനുഭാവി കൂടിയായ വിനോദ് കുമാർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കൈക്കൂലിക്ക് പുറമെ ക്രിമിനലുകൾക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്നത് അടക്കമുള്ള വഴിവിട്ട ഇടപാടുകളും നടത്തി. ജയിലാസ്ഥാനത്തെ DIGക്ക് മറ്റു ജയിലുകൾ സന്ദർശിക്കുവാനോ പരിശോധിക്കുവാനോ ഉള്ള അധികാരമില്ല. എന്നാൽ വിനോദ് കുമാർ മേലുദ്യോഗസ്ഥരെ അറിയിക്കാതെ സംസ്ഥാനത്തെ പല ജയിലുകളിലും സന്ദർശനം നടത്തുകയും തടവുകാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. കൂടാതെ പല അനധികൃത ഇടപാടുകളും വിനോദ് കുമാർ നടത്തി. വിനോദ് കുമാറിനെതിരെ നടപടി ആവശ്യമുയർന്നെങ്കിലും CPM ബന്ധം ഉപയോഗിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.